നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പി എസ് സിയുടെ ടോപ്പിക് എന്ന് പറയുന്നത് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആണ്. ഇത് ജി കെ ഫോർ ബിഗിനേഴ്സ് ആണ്. പി എസ് സി പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ബേസ് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ ഈ ടോപ്പിക്കിൽ ഈ ഒരു അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സും അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. ഓക്കെ, പി എസ് സിയിൽ എപ്പോഴും കൂടുതലായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതരത്ന. ഭാരതരത്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ ആണെന്ത്? ഭാരതരത്ന. ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു സിവിലിയന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണെന്ത്? ഭാരതരത്ന എന്ന് പറയുന്നത്. ഇത് കൊടുത്തു തുടങ്ങിയത് 1954 മുതലാണ്. ഇന്ത്യയിൽ ഇതുവരെയായിട്ട് 48 പേർക്ക് ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2019 ഏറ്റവും അവസാനമായി ഇത് കൊടുത്തത്. ഓക്കെ, ഇത് ആദ്യമായി കിട്ടിയത് 1954 ഇത് ആദ്യമായി കിട്ടിയ വ്യക്തികളാണ് 3 പേരുണ്ടായിരുന്നു. ഓക്കെ, സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ. ഈ 3 പേർക്കാണ് 1954 ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഭാരതരത്ന എന്ന് പറയുന്നത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യയാണ്. 1954 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിന്നേഴ്സിനെ പറ്റി പറയാം. നമ്മൾ ഇത്രയും 48 ലിസ്റ്റും ഒന്നും നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന, അതായത് പി എസ് സി റിലേറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസിൽ കൂടുതലും ചോദിച്ചു വന്നിരിക്കുന്ന ഭാരതരത്ന റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വിന്നേഴ്സിനെ പഠിക്കാം. അല്ലാതെ 1954 വിന്നർ, 55 വിന്നർ അങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യവും ഓർമ്മയിൽ നിൽക്കില്ല. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1966 ഭാരതരത്ന കിട്ടിയ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രത്യേകത എന്താണ്? സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ, അതുപോലെ അദ്ദേഹം മരണപ്പെട്ടത് 1966 തന്നെയാണ്. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനം. ഗാന്ധിജി ജനിച്ച ദിവസം തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനിച്ചത്. ഓക്കെ, ഒക്ടോബർ 2 ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹം സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത് 1966. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന കിട്ടിയത് 1955. ഓക്കെ, 66 ലാൽ ബഹദൂർ ശാസ്ത്രി, 55 ജവഹർലാൽ നെഹ്റു. രണ്ടും പ്രധാനമന്ത്രിമാരായിരുന്നു. ഓർക്കാൻ എളുപ്പമാണ്. 55, 66. ഓക്കെ, ഇനി അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലിക്ക് ആദ്യമായി ഭാരതരത്ന കിട്ടിയത് 1997 ആണ്. എന്തുകൊണ്ടാണ് ഈ അരുണ ആസിഫ് അലി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ വുമൺ, വനിതയാണ് ആര്? അരുണ ആസിഫ് അലി. മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ വനിതയാണ് അരുണ ആസിഫ് അലി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മെൻ ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ. ആദ്യത്തെ മെൻ എന്ന് പറയുന്നത്, മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന കിട്ടിയ ആദ്യത്തെ മെൻ എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹത്തിനാണ് മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയത്. മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ വനിത എന്ന് പറയുന്നത് അരുണ ആസിഫ് അലിയാണ്. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരേയൊരു വനിതാ പ്രധാനമന്ത്രി മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അതാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഇന്ത്യയിൽ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയും ഒരേ ഒരു വനിതാ പ്രസിഡന്റും മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന കിട്ടിയത് 1979 ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന കിട്ടിയത്. ഓക്കെ, 1979. ആ 1979
അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രി ആയിരുന്നു എന്നല്ലാതെ ഭാരതരത്നയുടെ കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ ലേഡി എന്ന് പറയുന്നത്. ഓക്കെ, വനിത. ഇന്ത്യയിൽ ആദ്യമായി ഭാരതരത്ന കിട്ടിയ വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും പല ആളുകളും തെറ്റിച്ച് കണ്ടിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ വനിത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നാൽ അതിന് ഓപ്ഷനായിട്ട് മദർ തെരേസയും ഇന്ദിരാഗാന്ധിയും ഉണ്ടെങ്കിൽ എല്ലാവരും മദർ തെരേസയെ ആണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ മദർ തെരേസയ്ക്ക് ഭാരതരത്ന കിട്ടിയത് 1980-ലാണ്. ഓക്കെ, മദർ തെരേസയ്ക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് 1979-ലാണ്. ഓക്കെ, മദർ തെരേസയ്ക്ക് 79-ൽ നൊബേലാണ് കിട്ടിയത്. അതിനുശേഷമാണ് ഭാരതരത്ന കിട്ടിയത്. ഓക്കെ, ഇന്ദിരാഗാന്ധിക്ക് 79-ലാണ് ഭാരതരത്ന കിട്ടിയത്. അതിനുശേഷമാണ് മദർ തെരേസയ്ക്ക് ഭാരതരത്ന കിട്ടിയത്. ഒരിക്കലും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മുടെ BR അംബേദ്കർക്ക് ഭാരതരത്ന കിട്ടിയത്, BR അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കർക്ക് ഭാരതരത്ന കിട്ടിയത് 1990-ലാണ്, 1990-ലാണ്. ഓക്കെ, ഇനി മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ ഈ 3 ആൾക്കാർക്കും ഭാരതരത്ന കിട്ടിയത് 1991-ലാണ്. രാജീവ് ഗാന്ധിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന കൊടുത്തത്. രാജീവ് ഗാന്ധി മരണപ്പെട്ടത് 1991-ലാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന കിട്ടിയത്. ഓക്കെ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത് 1991-ലാണ്. മൊറാർജി ദേശായി, വർഷത്തിൽ 4 വർഷം കൂടുമ്പോൾ മാത്രം ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ആര്? മൊറാർജി ദേശായി. ഓക്കെ, അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത് 1991-ലാണ്. ഇത്രയും ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഒന്ന് ഓർത്തെടുക്കുക. ലാൽ ബഹദൂർ ശാസ്ത്രി 1966, ജവഹർലാൽ നെഹ്റു 1955, അരുണ ആസിഫ് അലി 1997. അരുണ ആസിഫ് അലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ ലേഡി എന്ന് പറയുന്നത് അരുണ ആസിഫ് അലിയാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ മെൻ എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ ലേഡി എന്ന് പറയുന്നത്. അവർക്ക് ഭാരതരത്ന കിട്ടിയത് 1979-ലാണ്. മദർ തെരേസയ്ക്ക് ഭാരതരത്ന കിട്ടിയത് 1980-ലാണ്. മദർ തെരേസയ്ക്ക് നൊബേൽ പ്രൈസ്, സമാധാനത്തിന്റെ നൊബേൽ കിട്ടിയത് 1979-ലാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ 1987. ഖാൻ അബ്ദുൾ ഗഫർ ഖാന് നൊബേൽ പ്രൈസ് ഭാരതരത്ന കിട്ടിയത് 1987-ലാണ്. ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. അദ്ദേഹത്തിന് 1987-ലാണ് ഭാരതരത്ന കിട്ടിയത്. ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. ഓക്കെ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ ആണ് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ വിദേശി. ഓക്കെ, അതിനുശേഷം ഒരുപാട് വിദേശ പൗരത്വമുള്ളവർക്ക് ഭാരതരത്ന കിട്ടിയിട്ടുണ്ട്. നെൽസൺ മണ്ടേലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ വിദേശി എന്ന് പറയുന്നത് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ ആണ്. ഓക്കെ, സത്യജിത്ത് റായ് 1992. ഫിലിം ഫീൽഡിൽ നിന്ന് ആദ്യമായിട്ടൊരു ഭാരതരത്ന കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത് സത്യജിത്ത് റായ് ആണ് 1992. ഫത്തേർ പാഞ്ചാലിയൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയാണ് സത്യജിത്ത് റായ്. ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ സംഗീത ലോകത്ത് നിന്ന് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ ഒരു വനിതയാണ് ആര്? ലതാ മങ്കേഷ്കർ. 2001-ലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് അമർത്യ സെൻ. അമർത്യ സെന് 1999-ലാണ് ഭാരതരത്ന കിട്ടിയത്. ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്. അമർത്യ സെന് നൊബേൽ പ്രൈസ് കിട്ടിയത് 1998-ലാണ്. എന്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്? എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ വ്യക്തിയാണ് അമർത്യ സെൻ. ഓക്കെ, ഇന്ത്യയിൽ എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയ ഫസ്റ്റ് പേഴ്സൺ ആണ് ആര്? അമർത്യ സെൻ. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് 1999-ലാണ്. ഓക്കെ, 1998-ലാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത്. ഇതേ ഒരു കാര്യമാണ് നമ്മൾ മദർ തെരേസയുടെ കേസിൽ പറഞ്ഞത്. മദർ തെരേസയ്ക്ക് ഭാരതരത്ന കിട്ടിയത് 1998-ലാണ്. നൊബേൽ കിട്ടിയത് 1979-ലാണ്. ഓക്കെ, 1979-ല് നൊബേൽ കിട്ടി, 1980-ല് ഭാരതരത്ന കിട്ടി. അതേപോലെ അമർത്യ സെന് 1998-ല് നൊബേൽ കിട്ടി, 1999-ല് ഭാരതരത്ന കിട്ടി.
ഒരു വർഷം മുന്നെയാണ് ഭാരതരത്ന കിട്ടുന്നതിന് ഒരു വർഷം മുന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് കിട്ടിയത്. ഒരാൾക്ക് സമാധാനത്തിനാണ്, മറ്റൊരാൾക്ക് എന്തിനാണ്? എക്കണോമിക്സിനാണ് കിട്ടിയത്. ഓക്കെ. ഇനി അടുത്തത് സച്ചിൻ ടെണ്ടുൽക്കർ. കായിക ലോകത്ത് നിന്ന് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ വ്യക്തിയാണ്. ദ ഫസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ആണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ. അദ്ദേഹത്തിന്റെ കായിക മേഖല ഏതാണ്? എല്ലാവർക്കും അറിയാം, ക്രിക്കറ്റ് ആണ്. 2013 സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്ന കിട്ടിയത്. ആ വർഷം തന്നെയാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത്. 2013 ഭാരതരത്ന സച്ചിന് കിട്ടിയത് 2013 ആണ്. ആദ്യമായിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ ആണ്. കൂടാതെ ഒരു പ്രത്യേകത കൂടെയുണ്ട്, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്ന കിട്ടിയ വ്യക്തിയും കൂടെയാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. അത് മറക്കരുത്. അടുത്തത് എ.ബി. വാജ്പേയി. എ.ബി. വാജ്പേയിക്ക് ഭാരതരത്ന കിട്ടിയത് 2014 2014 ലേറ്റസ്റ്റ് ആയിട്ടാണ് കിട്ടിയത്, ഭാരതരത്ന കിട്ടിയത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 25 സദ്ഭരണ ദിവസമായിട്ട്, ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. എ.ബി. വാജ്പേയിക്ക് 2014 ഭാരതരത്ന കിട്ടിയത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 25 നമ്മൾ ആഘോഷിക്കുന്നത് ഗുഡ് ഗവേണൻസ് ഡേ അല്ലെങ്കിൽ സദ്ഭരണ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. ഓക്കെ. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. 48 പേരുടെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴും എക്സാമിന് ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻസ് എന്ന് ഉള്ള കുറച്ച് പേരുകൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് GK ഫോർ ബിഗിനേഴ്സ് ആണ്. നമ്മൾ തുടക്കം, ബേസ്, കുറച്ച് പേരിൽ നമ്മൾ തുടങ്ങി അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഓരോന്ന് പടിപടിയായിട്ട് കൊണ്ടുവരിക. ഓക്കെ. അല്ലാതെ എല്ലാം ഒരുമിച്ച് പഠിക്കാന്ന് വെച്ചാൽ നടക്കൂല. നമുക്ക് അറിയുന്ന കുറച്ച് പേഴ്സണാലിറ്റീസ്, അവർക്ക് എപ്പോഴൊക്കെയാണ് ഭാരതരത്ന കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മളൊരു ബേസ് ഉണ്ടാക്കി അതിനുശേഷം പിന്നെ ആ ഒരു സർക്കിൾ ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ എപ്പോഴും അധികവും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള ഇതാണ്, ചോദിച്ച് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളിൽ നിന്ന്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തിരിക്കുന്ന കുറച്ച് പേഴ്സണാലിറ്റീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഭാരതരത്ന കിട്ടിയ ലിസ്റ്റ് നമുക്ക് നോക്കാം. 2019. ഓക്കെ. 2019 3 പേർക്കാണ് ഭാരതരത്ന കിട്ടിയത്. ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രണബ് മുഖർജി, ഭൂപൻ ഹസാരിക, ലേറ്റ് അസമീസ് സിംഗർ ആണ്, ലേറ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റ് നാനാജി ദേശ്മുഖ്. ഇവർക്ക് 3 പേർക്കാണ് 2019 ഭാരതരത്ന കിട്ടിയത്. പ്രണബ് മുഖർജി ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടു. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഭൂപൻ ഹസാരിക അസാമി സിംഗർ ആണ്. ഭൂപൻ ഹസാരിക ആസാമി സിംഗർ ആണ്. അതുപോലെ തന്നെ ആസാമിലൊരു ഭൂപൻ ഹസാരിക പാലം നിർമ്മിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ്, അതിനും ആ പേര് കൊടുത്തത്. പിന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റായ നാനാജി ദേശ്മുഖ്. ഈ 3 പേർക്കുമാണ് 2019 ഭാരതരത്ന കിട്ടിയത്. ഇത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നൊബേൽ പ്രൈസ്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ അവാർഡ്സ് എന്നാണ് പറഞ്ഞത്. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ കോമൺ ആയിട്ട് എക്സാംസിന് വരുന്ന അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നൊബേൽ പ്രൈസ്. നൊബേൽ പ്രൈസ് കൊണ്ടുവന്നത് ആൽഫ്രഡ് നോബലാണ്. ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. 1901 മുതലാണ് നൊബേൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. 1901 മുതലാണ് നൊബേൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. നൊബേൽ പ്രൈസ് എത്ര ഫീൽഡിനൊക്കെയാണ് കൊടുക്കുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ, എക്കണോമിക്സ്, പീസ്. 6 ഫീൽഡിനാണ് നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. 6 ഫീൽഡിനാണ് നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ, എക്കണോമിക്സ്, പീസ്. ഓക്കെ. ഇതിൽ 1901 മുതൽ 1965 വരെ 5 ഫീൽഡിന് മാത്രമേ നൊബേൽ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ ആൻഡ് പീസ്. എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത് 1966 മുതലാണ് എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. അതുവരെ 5 ഫീൽഡിന് മാത്രമേ നൊബേൽ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1966 മുതലാണ് എക്കണോമിക്സിന് നമ്മൾ നൊബേൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത്. നൊബേൽ പ്രൈസ് കൊണ്ടുവന്നത് ആൽഫ്രഡ് നോബൽ എന്ന സയന്റിസ്റ്റ് ആണ്. 1901 മുതലാണ് നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരമദിനമായ ഡിസംബർ 10 നൊബേൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ.
നൊബേൽ പ്രൈസ് പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ മാസങ്ങളിലാണ്. ഒക്ടോബർ മാസങ്ങളിലുള്ള ഓരോ ഡേയിൽ ഒരു ദിവസം ഫിസിക്സ്, അടുത്ത ദിവസം കെമിസ്ട്രി, ബയോളജി, അങ്ങനെയാണ് പ്രഖ്യാപനം നടക്കുന്നത്. ആൽഫ്രഡ് നോബലിന്റെ ചരമദിനമായ ഡിസംബർ 10 നൊബേൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ, എക്കണോമിക്സിന് സ്വീഡൻ ഗവൺമെന്റ് ആണ് നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. സ്വീഡൻ. ഓക്കെ, സ്വീഡിഷ് അക്കാദമിയാണ് കൊടുക്കുന്നത്. പീസ് പ്രൈസ് കൊടുക്കുന്നത് നോർവേ ആണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പീസ് പ്രൈസ് കൊടുക്കുന്നത് നോർവേയും ബാക്കി 5 നൊബേൽ പ്രൈസും കൊടുക്കുന്നത് സ്വീഡിഷ് അക്കാദമിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിൽ നൊബേൽ പ്രൈസ് വിൻ ചെയ്ത പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന് നൊബേൽ പ്രൈസ് കിട്ടിയത് 1913 ഗീതാഞ്ജലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. ലിറ്ററേച്ചറിനാണ് രവീന്ദ്രനാഥ ടാഗോറിന് 1913 നൊബേൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, അതുകൂടാതെ ഇദ്ദേഹം ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഏഷ്യയിൽ തന്നെ, ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിൽ തന്നെ നൊബേൽ പ്രൈസ് കിട്ടിയ ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് 1913 ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്കാണ്. നെക്സ്റ്റ് സി വി രാമൻ. സി വി രാമന് 1930 നൊബേൽ പ്രൈസ് കിട്ടിയത്. ഫിസിക്സിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹത്തിന് ഫിസിക്സിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് സി വി രാമൻ. ഓക്കെ, 1930 നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇദ്ദേഹത്തിന്റെ രാമൻ എഫക്റ്റ് എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, രാമൻ എഫക്റ്റ് എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹം രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത് 1928 ഫെബ്രുവരി 28 സി വി രാമൻ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത് 1928 ഫെബ്രുവരി 28. ഈ 1928 ഫെബ്രുവരി 28 എന്ന് പറയാൻ കാരണം ഈ ഫെബ്രുവരി 28 സയൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ. ഓക്കെ, ഫെബ്രുവരി 28 സയൻസ് ഡേ ആയി ആഘോഷിക്കുന്നത്. അത് എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്? സി വി രാമൻ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സയൻസ് ഡേ ആഘോഷിക്കുന്നത്. ഓക്കെ, 1928 ഫെബ്രുവരി 28 രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത്. അതിന് 1930 സി വി രാമന് ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, അടുത്തത് ഹർ ഗോവിന്ദ് ഖൊറാന. ആദ്യം നമുക്ക് ലിറ്ററേച്ചറിന് രവീന്ദ്രനാഥ ടാഗോറിന് കിട്ടി. 1930 സി വി രാമന് കിട്ടി. ഇനി അടുത്തത് ഹർ ഗോവിന്ദ് ഖൊറാന. ഹർ ഗോവിന്ദ് ഖൊറാനയ്ക്ക് 1968 മെഡിസിൻ, ബയോളജിക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. 1968 മെഡിസിൻ ആണ് ഹർ ഗോവിന്ദ് ഖൊറാനയ്ക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മദർ തെരേസ. മദർ തെരേസയ്ക്ക് 1979 നൊബേൽ പ്രൈസ് കിട്ടിയത്. നമ്മൾ ഓൾറെഡി ഭാരതരത്നന്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തു. മദർ തെരേസയ്ക്ക് 1979 ഭാരതരത്ന കിട്ടിയത്. പീസ് പ്രൈസിനാണ് സമാധാനത്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, പീസ് പ്രൈസ് ആണ് ആർക്ക് കിട്ടിയത്? മദർ തെരേസയ്ക്ക് കിട്ടിയത് 1979. മദർ തെരേസയ്ക്ക് എപ്പോഴാണ് ഭാരതരത്ന കിട്ടിയത്? 1980. ഓക്കെ, ഇനി അടുത്തത് എസ് ചന്ദ്രശേഖർ. എസ് ചന്ദ്രശേഖറിന് 1983 ഫിസിക്സിനാണ് ഭാരതരത്ന കിട്ടിയത്. 1983 ഫിസിക്സിന്. ഓക്കെ, ഈ എസ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് സി വി രാമന്റെ റിലേറ്റീവ് ആണ്. ഓക്കെ, എസ് ചന്ദ്രശേഖർ. സി വി രാമൻ ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ? ഭൗതിക ശാസ്ത്രം, ദാറ്റ് മീൻസ് ഫിസിക്സ്. ഓക്കെ, അപ്പോൾ എസ് ചന്ദ്രശേഖറും ആ രീതിയിൽ ഓർമ്മിച്ചാൽ മതി. എസ് ചന്ദ്രശേഖറും ഏതിലാണ് പ്രശസ്തനായത്? ഫിസിക്സിലാണ് പ്രശസ്തനായത്, അതായത് ഭൗതിക ശാസ്ത്രത്തിലാണ്. അദ്ദേഹത്തിന് നൊബേൽ കിട്ടിയത് 1983. ഓക്കെ, ഇതാണ് എസ് ചന്ദ്രശേഖർ. ഇനി അമർത്യ സെൻ 1998 ഭാരതരത്ന കിട്ടിയത്. എക്കണോമിക്സിനാണ് അദ്ദേഹത്തിന് അമർത്യ സെന് 1998 നൊബേൽ പ്രൈസ് കിട്ടിയത്. എക്കണോമിക്സിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്.
അമർത്യ എപ്പോഴായിരുന്നു ഭാരതരത്ന കിട്ടിയത്? 1999. ഒരു വർഷം മുന്നേ അദ്ദേഹത്തിന് എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് VS നൈപോൾ 2001 ലിറ്ററേച്ചർ. ഓക്കെ, ലിറ്ററേച്ചറിന് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയ ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്ക് 1930 1913 അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, VS നൈപോളിന് 2001 ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കിട്ടി. ഓക്കെ, അപ്പൊ ആരൊക്കെ പേരുകൾ നമ്മൾ പഠിച്ചു? ആരുടെയൊക്കെ? രവീന്ദ്രനാഥ ടാഗോർ 1913, ഗീതാഞ്ജലി, CV രാമൻ 1930, ഫിസിക്സ് ഹർഗോവിന്ദ് ഖുറാന 1968, മെഡിസിൻ മദർ തെരേസ 1979, പീസ് S. ചന്ദ്രശേഖർ 1983, ഫിസിക്സ് അമർത്യ സെൻ 1980, എക്കണോമിക്സ് VS നൈപോൾ 2001, ലിറ്ററേച്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2009 കെമിസ്ട്രിക്കാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ 2009. അതുവരെ നമുക്ക് കെമിസ്ട്രിക്ക് ഭാരതരത്ന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ലിറ്ററേച്ചറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഭൗതിക ശാസ്ത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, സമാധാനത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, മെഡിസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, കെമിസ്ട്രിക്ക് എക്കണോമിക്സിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടാത്തൊരു മേഖല കെമിസ്ട്രി ആയിരുന്നു. ആ കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് 2009 വെങ്കട്ടരാമൻ രാമകൃഷ്ണന് 2009 കെമിസ്ട്രിക്കാണ് എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇനി അടുത്തത് കൈലാഷ് സത്യാർത്ഥി 2014. കൈലാഷ് സത്യാർത്ഥി 2014 സമാധാനത്തിന് നൊബേൽ കിട്ടി. കൈലാഷ് സത്യാർത്ഥിക്ക്. ഓക്കെ, കൈലാഷ് സത്യാർത്ഥിക്ക് 2014 സമാധാനത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൈലാഷ് സത്യാർത്ഥിയുടെ കൂടെ നൊബേൽ പ്രൈസ് കിട്ടിയ പ്രശസ്ത വ്യക്തി ആരായിരുന്നു? മലാല യൂസഫ്സായ്. മലാല യൂസഫ്സായിക്കും കൈലാഷ് സത്യാർത്ഥിക്കും 2014 സമാധാനത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കൈലാഷ് സത്യാർത്ഥിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അതായത് ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. കൈലാഷ് സത്യാർത്ഥി കുട്ടികളുടെ അതായത് ബാലവേല തടയുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? കൈലാഷ് സത്യാർത്ഥി. ഓക്കെ, ബച്പൻ ബച്ചാവൻ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന കൈലാഷ് സത്യാർത്ഥിയുടേതാണ്. ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, ഈ 2019 അഭിജിത് ബാനർജി എക്കണോമിക്സിന് പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം 2019 ഒരു ഇന്ത്യക്കാരന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് അഭിജിത് ബാനർജി. അദ്ദേഹത്തിന് എക്കണോമിക്സിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇതിനു മുന്നേ എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് ആര്? അമർത്യ സെൻ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, അമർത്യ സെന് ഭാരതരത്ന കിട്ടിയത് 1999, നൊബേൽ കിട്ടിയത് 1998. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അഭിജിത് ബാനർജിയുടെ ഭാര്യയ്ക്കും 2019 എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എസ്തർ ദുഫ്ലോ എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര്. 2019 2020 ഭാരതരത്ന കിട്ടിയ ഇമിനന്റ് പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. 2019 ഭാരതരത്ന കിട്ടിയ ആൾക്കാരുടെ പേരുകളാണ് 2020 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് 2019 2020 ലേറ്റസ്റ്റ് ആയിട്ട് ഒക്ടോബറിൽ ഈ മന്ത് ഭാരതരത്ന കിട്ടിയ പേഴ്സണാലിറ്റീസും നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയത് 3 പേർക്കാണ്. ജെയിംസ് പീബിൾസ്, മൈക്കിൾ മേയർ ആൻഡ് ദിദിയർ. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ജെയിംസ് മൈക്കിൾ ദിദിയർ അവർക്കാണ് 2019 ഈ ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, ജെയിംസ് മൈക്കിൾ ദിദിയർ 2019 ഫിസിക്സ്. ഇനി 2020 ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയ ആൾക്കാരാണ് റോജർ പെൻറോസ്, റെയിൻഹാർഡ് ഗെൻസൽ, ആൻഡ്രിയ ഗെസ്. ഓക്കെ, ഒരു ലേഡി ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഫോർ ദ ഡിസ്കവറീസ് ഓൺ ദ ബ്ലാക്ക് ഹോൾ. ഓക്കെ, ബ്ലാക്ക് ഹോളിൻ്റെ കണ്ടുപിടുത്തമായിട്ട്, അതായത് ബ്ലാക്ക് ഹോളിൻ്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനാണ് ഈ 3 പേർക്കും 2020 ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്.
ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നൊബേൽ കിട്ടുന്നത് വരെ ഒരു സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 2020 നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയത് 3 പേർക്കാണ്. റോജർ, റെയിൻഹാർഡ്, ആൻഡ്രിയ. റോജർ, റെയിൻഹാർഡ്, ആൻഡ്രിയ. നെക്സ്റ്റ് നൊബേൽ പ്രൈസ് മെഡിസിന് 2019 നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വില്യം പീറ്റർ ഗ്രെഗ്. 3 പേർക്കാണ് കിട്ടിയത്. വില്യം പീറ്റർ ഗ്രെഗ്, ഇങ്ങനെ പഠിച്ചാൽ മതി. വില്യം പീറ്റർ ഗ്രെഗ്, ഈ 3 പേർക്കാണ് മെഡിസിന് 2019 നൊബേൽ പ്രൈസ് കിട്ടിയത്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് നൊബേൽ പ്രൈസ് മെഡിസിന് കിട്ടിയ വിന്നേഴ്സ് ആണ് ഇവർ 3 പേർ. ആരൊക്കെയാണ്? ഹാർവി ജെ ഓൾട്ടർ, ചാൾസ് എം റൈസ്, മൈക്കിൾ ഹോങ്ടൺ. ഓക്കെ, ഇവർക്ക് മെഡിസിൻ ആണ് ഈ 3 പേർക്കും നൊബേൽ പ്രൈസ് കിട്ടിയത്. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ദ ഹോണർ ഫോർ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഡിസ്കവറി. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് 3 പേർക്കും മെഡിസിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഹെപ്പറ്റൈറ്റിസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കണ്ടുപിടുത്തത്തിനാണ് ഇത്തവണത്തെ മെഡിസിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. ആ 3 പേർ ആരൊക്കെയാണ്? ഹാർവി, ചാൾസ്, മൈക്കിൾ. ഓക്കെ, ഹാർവി, ചാൾസ്, മൈക്കിൾ. ഇനി അടുത്തത് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചറിന് 2019 2018 വിന്നേഴ്സിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് 2018 കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ കാരണം 2018 ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, 2018 നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ചപ്പോൾ ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. ഓക്കെ, ആ ഒരു നൊബേൽ പ്രൈസും കൂടെ 2019 ലിറ്ററേച്ചറിന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ 2019 2018 ലിറ്ററേച്ചർ അവാർഡും കൂടെ കൊടുത്തു. ഓക്കെ, അതിൽ 2018 കിട്ടിയത് ഓൾഗക്കാണ്, 2019 കിട്ടിയത് പീറ്റർ ഹെഡ്ഗേക്കാണ്. ഓക്കെ, 2019 ചിലപ്പോൾ ഇത് ഒരു കൺഫ്യൂസിങ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2019 നൊബേൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഓൾഗയുടെ പേരും ഹെഡ്ഗയുടെ പേരും വേറെ ആരുടെയെങ്കിലും പേരും കാണും. എന്നിട്ട് ചിലപ്പോൾ എ ആൻഡ് ബി എന്നൊക്കെ ക്വസ്റ്റ്യൻസിലുണ്ടാവും. അപ്പോൾ ഓൾഗയും ഹെഡ്ഗെ എന്നൊക്കെ രണ്ടും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്കൊരു നിങ്ങളെ ഒന്ന് കൺഫ്യൂസിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? എ ആൻഡ് ബി എഴുതും. കാരണം ഓൾഗയുടെ പേരും ഹെഡ്ഗയുടെ പേരും നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? 2019 ലിസ്റ്റിലാണ് കേട്ടിട്ടുള്ളത്. വർഷം നിങ്ങൾ അത്ര ശ്രദ്ധിക്കൂല. ഓക്കെ, അപ്പോൾ 2018 ആർക്ക് കിട്ടിയത്? ഓൾഗയ്ക്ക് കിട്ടിയത്. 2019 പീറ്റർ ഹെഡ്ഗേക്ക് കിട്ടിയത്. അതൊന്ന് ഓർത്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ എന്താണ് ഓപ്ഷൻ കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പീറ്റർ ഹെഡ്ഗേക്ക് 2019 ഓൾഗയ്ക്ക് 2018 ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. പിന്നെ 2020 ലിറ്ററേച്ചറിന്റെ നൊബേൽ പ്രൈസ് കിട്ടിയത് ലൂയിസ് ഗ്ലക്കിനാണ്. ലൂയിസ് ഗ്ലക്ക്. ഓക്കെ, നെക്സ്റ്റ് കെമിസ്ട്രിയിലെ നൊബേൽ പ്രൈസ് 2019 കെമിസ്ട്രിയിലെ നൊബേൽ പ്രൈസ് 3 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോൺ സ്റ്റാൻലി അക്കിറ, ജോൺ ബി ഗുഡിനഫ്, എം സ്റ്റാൻലി വിറ്റിംഗ്ഹാം, അക്കിറ യോഷിനോ. ഇതൊരു ജപ്പാനീസ് പേരാണ്. അപ്പോൾ ഈ 3 പേരുടെ പേര് നോട്ടെടുക്കുക. ജോൺ സ്റ്റാൻലി അക്കിറ. 2019 കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയ വിന്നേഴ്സ് ആണ് ഈ 3 പേർ. 2020 2 പേർക്ക് കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരാരൊക്കെയാണ്? എമാനുവൽ ചാർപ്പന്റിയർ, ജെനിഫർ ഡ്യൂന. ഓക്കെ, എമാനുവലിനും ജെനിഫറിനുമാണ്, രണ്ടും ലേഡിയാണ്. 2 എമിനന്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടും വുമൺ ആണ് കേട്ടോ. ഓക്കെ, അതൊരു ഈ കിട്ടിയിരിക്കുന്ന കെമിസ്ട്രിക്ക് 2 പേരും സ്ത്രീകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എമാനുവലും ജെനിഫറും, എമാനുവൽ ചാർപ്പന്റിയർ ആൻഡ് ജെനിഫർ. ഓക്കെ, ഇവർ 2 പേർക്കും എന്താണ് കിട്ടിയിരിക്കുന്നത്? കെമിസ്ട്രിക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയ 2 പേഴ്സണാലിറ്റിയാണ് എമാനുവലും ജെനിഫറും. ഓക്കെ, ഇനി നെക്സ്റ്റ്
നൊബേൽ പീസ് പ്രൈസ് 2019 കിട്ടിയത് എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്ററായ അബി അഹമ്മദിനാണ്. ഓക്കെ, 2019 കിട്ടിയത് എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്ററായ അബി അഹമ്മദിനാണ് പീസ് പ്രൈസ് 2019 കിട്ടിയത്. 2020 കിട്ടിയത്, ഇത് എപ്പോഴും പീസ് പ്രൈസ്, ലിറ്ററേച്ചർ എന്നൊക്കെ ഉള്ളത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ പ്രൈസ് ലിറ്ററേച്ചർ, എക്കണോമിക്സ് ഒക്കെ എപ്പോഴും നൊബേൽ പ്രൈസ് എല്ലാ ക്വസ്റ്റ്യൻസിലും ഇമ്പോർട്ടൻ്റ് ആണ്. 2019 പീസ് പ്രൈസ് കിട്ടിയത് ആർക്കായിരുന്നു? അബി അഹമ്മദ്, എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ. 2020 നൊബേൽ പീസ് പ്രൈസ് കിട്ടിയത് ഒരു സംഘടനക്കാണ്. ഓക്കെ, 2020. ഓക്കെ, വേൾഡ് ഫുഡ് പ്രോഗ്രാം, അതായത് എന്തിനാണ് കിട്ടിയത്? അതായത് UN-ന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, ദ നോർവീജിയൻ നൊബേൽ Committee on Friday awarded the Nobel Peace Prize for 2020 to the World Food Program. Okay, World Food Program ഒരു പെർട്ടിക്കുലർ ഒരു പ്രോഗ്രാമിനാണ്, അതായത് UN-ന്റെ WFPക്കാണ്, വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് ഇത്തവണത്തെ എന്ത് കിട്ടിയത്? നൊബേൽ പീസ് പ്രൈസ് കിട്ടിയത്. മറക്കരുത്, എന്തിനാണ് കിട്ടിയത്? വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ്. ഓക്കെ, 2019 എക്കണോമിസ്റ്റ് നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കായിരുന്നു? നമ്മുടെ അഭിജിത്ത് ബാനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇന്ത്യൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ രണ്ടുപേർക്കും കൂടെ ഉണ്ടായിരുന്നു, എസ്തർ ഡുഫ്ലോ ആൻഡ് മൈക്കൽ ക്രെമർ. ഓക്കെ, ഈ 3 പേർക്കാണ് 2019 എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. ആരൊക്കെയായിരുന്നു? എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രെമർ. ഇതിൽ അഭിജിത്ത് ബാനർജിയും എസ്തർ ഡുഫ്ലോയും, അഭിജിത്ത് ബാനർജിയുടെ വൈഫാണ് ആര്? എസ്തർ ഡുഫ്ലോ. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അഭിജിത്ത് ബാനർജി ആൻഡ് എസ്തർ ഡുഫ്ലോ. ഓക്കെ, അടുത്തത് മൈക്കൽ ക്രെമർ. ഓക്കെ, ഈ 3 പേർക്കാണ് എക്കണോമിക്സിന് 2019 നൊബേൽ പ്രൈസ് കിട്ടിയത്. 2020 നൊബേൽ പ്രൈസ് എക്കണോമിക്സിന് കിട്ടിയ 2 ആൾക്കാരാണ്. ആരൊക്കെ? അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയ പോൾ ആർ മിൽഗ്രോമും പോളിനും റോബർട്ടിനുമാണ് എന്ത് കിട്ടിയത്? 2020 എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇവരുടെ എന്തിനാണ്? ഓപ്ഷൻ തിയറിക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് എക്കണോമിക്സിന്. ഓക്കെ, ഇവരുടെ ഓപ്ഷൻ തിയറിക്കാണ് നൊബേൽ പ്രൈസ് എക്കണോമിക്സിന് കിട്ടിയത്, പോളിനും റോബർട്ടിനും. തേർഡ് അവാർഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ ഫിലിം അവാർഡ്സ് ആണ്. ഓക്കെ, നാഷണൽ ഫിലിം അവാർഡ്സ് കൊടുത്തു തുടങ്ങിയത് 1954 മുതലാണ് നാഷണൽ ഫിലിം അവാർഡ്സ് കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, ഭാരതരത്ന എപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത്? 1954 മുതൽ തന്നെയാണ്. അതേ വർഷം തന്നെയാണ് എന്തും കൊടുത്തു തുടങ്ങിയത്? നമ്മുടെ നാഷണൽ ഫിലിം അവാർഡും കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, നമ്മളിവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം 1954 മുതൽ 2019 വരെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2019 ബെസ്റ്റ് ആക്ടർ ആയുഷ്മാൻ ഖുറാന, അന്ധാധുൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ആയുഷ്മാൻ ഖുറാനയ്ക്കും വിക്കി കൗശൽ, ഇതാണ് ആയുഷ്മാൻ ഖുറാന, വിക്കി കൗശൽ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. ഓക്കെ, ആയുഷ്മാൻ ഖുറാനയ്ക്ക് അന്ധാധുനും വിക്കി കൗശലിന് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഫിലിമിനുമാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആക്ട്രസ് നമുക്കറിയുന്ന ആളാണ് കീർത്തി സുരേഷ്. ഓക്കെ, കീർത്തി സുരേഷിന്റെ മഹാനടി എന്ന തെലുങ്ക് പടത്തിനാണ് എന്ത് കിട്ടിയത്? ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയത്. കീർത്തി സുരേഷിനാണ് കിട്ടിയത്. ബെസ്റ്റ് ആക്ടർ ആയുഷ്മാൻ ഖുറാന ആൻഡ് വിക്കി കൗശൽ ആൻഡ് ബെസ്റ്റ് ആക്ട്രസ് കീർത്തി സുരേഷ്. ഓക്കെ, ബെസ്റ്റ് ഡയറക്ടർ ആദിത്യ ധർ. ഓക്കെ, ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ആദിത്യ ധർ ആണ്. ഉറി ദ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡയറക്ടറായ ആദിത്യ ധർ ആണ് ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഹെലാരോ, ഗുജറാത്തി ഫിലിമാണ് ഹെലാരോ. ഓക്കെ, ബെസ്റ്റ് മെയിൽ സിംഗർ അർജിത് സിംഗ്, ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ബിന്ദു മാലിനി. ഓക്കെ, എപ്പോഴും കൂടുതലും ചോദിച്ചിട്ടുള്ളത് ആക്ടർ, ആക്ട്രസ്, ഫിലിം, ഡയറക്ടർ, ഇത്രയും ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബെസ്റ്റ് മെയിൽ സിംഗർ അർജിത്, ഫീമെയിൽ സിംഗർ ബിന്ദു മാലിനി. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഹയസ്റ്റ് ഫിലിം അവാർഡ് ഇൻ ഇന്ത്യ ആണെന്ത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, ഹയസ്റ്റ് ഫിലിം അവാർഡ് ഇൻ ഇന്ത്യ. ഓക്കെ, 1969 മുതലാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത്.
1969 മുതൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങി. അതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 10 lakh ആണ്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫിലിം അവാർഡ് ഇൻ ഇന്ത്യ ആണെന്ത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഓക്കെ, ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ദേവിക റാണി റോറിച്ച് ആണ്. ദേവിക റാണി റോറിച്ച് ആണ് ഫസ്റ്റ് വിന്നർ. 2019 വിന്നർ അമിതാഭ് ബച്ചൻ ആണ്. ഓക്കെ, 2019 വിന്നർ അമിതാഭ് ബച്ചൻ. ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ദേവിക റാണിയാണ്. ഓക്കെ, ഹയസ്റ്റ് സിവിലിയൻ അവാർഡിന് ഇന്ത്യ എന്താണ്? ഭാരതരത്ന. ഹയസ്റ്റ് ഫിലിം അവാർഡിന് ഇന്ത്യ എന്താണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 1969 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ദേവിക റാണിയാണ്. 2019 വിന്നർ അമിതാഭ് ബച്ചൻ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ്. റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് നോബൽ പ്രൈസ് എന്നാണ് അറിയപ്പെടുന്നത്. നൊബേൽ പ്രൈസിന് ബദലായിട്ട് കൊടുക്കുന്ന നൊബേലാണെന്ത് കൊടുക്കുന്ന ഒരു അവാർഡാണെന്ത് റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ്. ഓക്കെ, ഈ വർഷം അതിൻ്റെ 14th ആനിവേഴ്സറി ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ് എപ്പോഴും ചോദിക്കാറുണ്ട്, നൊബേൽ പ്രൈസിന് ബദലായിട്ടുള്ള അവാർഡ് ഏതാണെന്നുള്ളത്. ഓക്കെ, ഓൾട്ടർനേറ്റീവ്സ് ഓഫ് നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡാണ്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അധികവും ചോദിക്കാറുണ്ട്. ഓക്കെ, 2019 വിന്നേഴ്സ് എന്ന് പറയുന്നത് കുറേ പേരുണ്ട്. അങ്ങനെ വിന്നേഴ്സ് അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ അത് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ ഒരാളെ പേരൊക്കെ ആയിട്ട് ചോദിക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇത് ഓർത്തെടുക്കണം, റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് നൊബേൽ പ്രൈസ് ആണ്. ഓക്കെ, 2019 വിന്നർ എന്ന് പറയുന്നത് അമിനാറ്റു ഹൈദർ, ഗുവ ജിയാൻമി, ഗ്രെറ്റ തുൻബർഗ്, ദേവി കൊപ്പൺവ. ഓക്കെ, ഇത്രയും പേരാണ് 2019 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് കിട്ടിയത്. ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രെറ്റ തുൻബർഗ് ആണ്. ഓക്കെ, ഗ്രെറ്റ തുൻബർഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയൊരു കുട്ടിയാണ്, പരിസ്ഥിതി പ്രവർത്തകയാണ്, സ്വീഡിഷ് ഗേളാണ്. ഒരു 16 വയസ്സുള്ളൊരു കുട്ടിയാണ്. അതായത് പരിസ്ഥിതി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കുറേ സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു പെൺകുട്ടിയാണ് ഗ്രെറ്റ തുൻബർഗ്. 2019 പീസ് നൊബേൽ പ്രൈസിനും 2020 പീസ് നൊബേൽ പ്രൈസിനും നോമിനേഷൻ പോയിരുന്ന വ്യക്തിയാണ് ഗ്രെറ്റ തുൻബർഗ്. 2019 ആൻഡ് 2020 നൊബേലിന് നോമിനേഷൻ പോയ വ്യക്തിയാണ് ഗ്രെറ്റ തുൻബർഗ്. ഓക്കെ, ചെറിയൊരു കുട്ടിയാണ്, 16 വയസ്സ് 17 വയസ്സ് പ്രായം മാത്രമേ ആ കുട്ടിക്കുള്ളൂ. ഓക്കെ, ഗ്രെറ്റ തുൻബർഗ് 2019 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ഗ്രെറ്റ തുൻബർഗിനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് മാത്രം ഒന്ന് ഓർത്തെടുക്കുക. നെക്സ്റ്റ് മാഗ്സസെ അവാർഡ്. മാഗ്സസെ അവാർഡ് ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്ന അവാർഡാണെന്ത് മാഗ്സസെ അവാർഡ്. ഓക്കെ, ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്നതാണ്. ഇതെന്തായിരുന്നു? ഓൾട്ടർനേറ്റീവ് നോബൽ പ്രൈസ് ആണെന്ത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. മാറിപ്പോകരുത്. മാഗ്സസെ അവാർഡ് എന്ന് പറയുന്നത് ഏഷ്യൻ നൊബേൽ പ്രൈസ് ആണെന്ത് മാഗ്സസെ അവാർഡ്. ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്നതാണെന്ത് മാഗ്സസെ അവാർഡ്. ഫിലിപ്പൈൻസ് ഗവൺമെൻറ് ആണ് ഇത് കൊടുക്കുന്നത്. മാഗ്സസെ അവാർഡ് 1958 ഇത് കൊടുത്തു തുടങ്ങിയത്. മാഗ്സസെ അവാർഡ് കിട്ടിയ ഇന്ത്യക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ വിനോബ് ഭാവെ 1958, മദർ തെരേസ 1962, വർഗീസ് കുര്യൻ 1963. ഇത്രയും പേർക്ക് മാഗ്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വിനോബ് ഭാവെക്ക് 1958 മദർ തെരേസയ്ക്ക് 1962 വർഗീസ് കുര്യന് 1963. ഓക്കെ, മാഗ്സസെ അവാർഡ് കിട്ടിയ ഇന്ത്യൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വിനോബ് ഭാവെ, മദർ തെരേസ ആൻഡ് വർഗീസ് കുര്യൻ. ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്നതാണ് എന്ത് മാഗ്സസെ അവാർഡ്. ഫിലിപ്പൈൻസ് ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത്. 1958 ഈ ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കാം, ഏത് ഗവൺമെൻറ് ആണ് കൊടുക്കുന്നതെന്ന് ചോദിക്കാം, ഏതൊക്കെ ഇന്ത്യക്കാർക്ക് കിട്ടി എന്നുള്ളത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാം. 2019 മാഗ്സസെ അവാർഡ് വിന്നേഴ്സ് ലിസ്റ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 6 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പേരൊന്ന് റിപ്പോർട്ടൊന്ന് വായിച്ചു പോയാൽ മതി. കാരണം അങ്ങനെ ഇതിൽ ഒരു ഇന്ത്യക്കാരനുണ്ട്, ആ പേരൊന്ന് ഓർത്തെടുക്കുക. കുമാർ രവീഷ് കുമാർ ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിന് 2019 രമൺ മാഗ്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. രമൺ മാഗ്സസെ അവാർഡ് രവീഷ് കുമാർ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് എന്ന് പറയുന്നത് എബേൽ പ്രൈസ് ആണ്. എബേൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് നൊബേൽ ഇൻ മാത്തമാറ്റിക്സ് ആണ്. ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്നത് മാഗ്സസെ അവാർഡ്. ഓൾട്ടർനേറ്റീവ് നൊബേൽ എന്നറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. ഓക്കെ, ഇനി നൊബേൽ പ്രൈസ് ഇൻ മാത്തമാറ്റിക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? എബേൽ പ്രൈസ് ആണ്. ഓക്കെ,
2019 വിന്നർ കാരൻ ഉഹൻബെക്ക് ആണ്. ഓക്കെ, കാരൻ ആണ് 2019 ഏബൽ പ്രൈസ് വിന്നർ. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഓസ്കാർ അവാർഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന അടുത്ത ഒരു അവാർഡ് കാറ്റഗറിയാണെന്ത്? ഓസ്കാർ അവാർഡ്. ഓക്കെ, ഓസ്കാർ അവാർഡിനെ നമ്മൾ ഇനി വേറെന്ത് പേരിലും കൂടെ അറിയപ്പെടും? അക്കാദമി അവാർഡ് എന്ന പേരിലും കൂടെ ഓസ്കാർ അവാർഡ് അറിയപ്പെടും. 1929 മുതലാണ് ഓസ്കാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. 1929 മുതലാണ് ഓസ്കാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് വാൾട്ട് ഡിസ്നി. 26 തവണ വാൾട്ട് ഡിസ്നിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓസ്കാർ അവാർഡ് അക്കാദമി അവാർഡ് എന്നറിയപ്പെടുന്നു. 1929 ഓസ്കാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് ആര്? വാൾട്ട് ഡിസ്നി. 26 തവണ അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ ഇന്ത്യൻ പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്ന് നോക്കാം. സത്യജിത്ത് റേ 1992 സ്പെഷ്യൽ മെൻഷൻ ആയിരുന്നു. ഓക്കെ, 1992 സത്യജിത്ത് റേക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ മെൻഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഭാനു അത്തയ്യ 1982 ഗാന്ധി എന്ന ഫിലിമിൻ്റെ വസ്ത്രാലങ്കാരത്തിനാണ് ആർക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയത്? ഭാനു അത്തയ്യക്ക്. 1982 ഗാന്ധി എന്ന ഫിലിമിൻ്റെ വസ്ത്രാലങ്കാരത്തിന്. ഈ ഭാനു അത്തയ്യ എന്ന വ്യക്തി 2 ദിവസം മുന്നേ ഒക്ടോബർ 14 14 15 അതായത് ഈ മന്ത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ മന്ത് ഒക്ടോബർ 2020 മരണപ്പെട്ടു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം. കാരണം ഭാനു അത്തയ്യയുടെ ഫീൽഡ് വസ്ത്രാലങ്കാരമാണ്. ഭാനു അത്തയ്യക്ക് ഓസ്കാർ കിട്ടിയത് 1982 ഏത് ഫിലിമിനാണ് കിട്ടിയത്? ഗാന്ധി എന്ന് പറയുന്ന ഫിലിമിനാണ് കിട്ടിയത്. ഓക്കെ, ഇത് ഈ ഒരു സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം. കാരണം ഭാനു അത്തയ്യ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടത് 2020 ഒക്ടോബറിലാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ 2 ആൾക്കാരാണ് AR റഹ്മാനും റസൂൽ പൂക്കുട്ടിയും. 2009 സ്ലം ഡോഗ് ദ മില്യനർ എന്ന് പറയുന്ന പടത്തിനാണ്. സ്ലം ഡോഗ് ദ മില്യനർ എന്ന പടത്തിന് AR റഹ്മാനും റസൂൽ പൂക്കുട്ടിക്കും ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, AR റഹ്മാനും റസൂൽ പൂക്കുട്ടിക്കും. AR റഹ്മാന് കിട്ടിയത് സംഗീതത്തിനാണ്. റസൂൽ പൂക്കുട്ടിക്ക് കിട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സൗണ്ടിനാണ്. ഓക്കെ, AR റഹ്മാന് മ്യൂസിക്കും റസൂൽ പൂക്കുട്ടിക്ക് സൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് 2020 വിന്നേഴ്സിനെ നോക്കാം. 2020 അക്കാദമി വിന്നേഴ്സ് അല്ലെങ്കിൽ ഓസ്കാർ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെസ്റ്റ് പിക്ചർ പാരസൈറ്റ് ഒരു കൊറിയൻ ഫിലിമാണ്. ഓക്കെ, പാരസൈറ്റ് ഒരു കൊറിയൻ ഫിലിമാണ്. ബെസ്റ്റ് പിക്ചർ. ബെസ്റ്റ് ഡയറക്ടർ ബോങ് ജൂൺ ഹോ. ബെസ്റ്റ് ആക്ടർ ജാക്ലിൻ ഫിനിക്സ്. ജോക്കർ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് ജാക്ലിൻ ഫിനിക്സിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആക്ട്രസ് റെനെ സെൽവെഗർ. ജൂഡി എന്ന് പറയുന്ന ഫിലിമിനാണ്. റെനെ സെൽവെഗർ. ഓക്കെ, ബെസ്റ്റ് പിക്ചർ പാരസൈറ്റ്. ബെസ്റ്റ് ഡയറക്ടർ ബോങ് ജൂൺ ഹോ. ബെസ്റ്റ് ആക്ടർ ജാക്ലിൻ. ബെസ്റ്റ് ആക്ട്രസ് റെനെ. ജാക്ലിന് ജോക്കർ എന്ന് പറയുന്ന പടത്തിലെ അഭിനയത്തിനും റെനയ്ക്ക് ജൂഡി എന്ന് പറയുന്ന പടത്തിലെ അഭിനയത്തിനുമാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത്. ഓക്കെ, ഇത്രയും 2020 അക്കാദമി വിന്നേഴ്സിനെ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക. ബെസ്റ്റ് പിക്ചറും ബെസ്റ്റ് ഡയറക്ടറും ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ആക്ട്രസും നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കണം. ബാക്കിയൊന്നും നമ്മുടെ ഓർമ്മയിൽ വന്നില്ലെങ്കിലും ഇത്രയും കാര്യങ്ങളെങ്കിലും GK ബിഗിനേഴ്സ് പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് മാൻ ബുക്കർ പ്രൈസ്. മാൻ ബുക്കർ പ്രൈസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. മാൻ ബുക്കർ പ്രൈസും മാൻ ബുക്കർ ഇൻ്റർനാഷണൽ. രണ്ടും ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് മാൻ ബുക്കർ പ്രൈസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ആയിരിക്കണം. ആ ബുക്ക് എന്തിൽ എഴുതിയതായിരിക്കണം? ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ ബുക്കായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കോമൺവെൽത്ത് നാഷനിൽ പ്രസിദ്ധീകരിച്ചതായിരിക്കണം. ദാറ്റ് മീൻസ് അങ്ങനെ പറഞ്ഞാൽ അതായത് ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകമായിരിക്കണം. പിന്നെ കോമൺവെൽത്ത് നാഷനിലുള്ള പുസ്തകമായിരിക്കണം. കോമൺവെൽത്ത് നാഷൻ എന്താണെന്ന് എനിക്കറിയാം. അതായത് ബ്രിട്ടൻ്റെ കോളനി ആയിട്ടുള്ള കൺട്രീസിനെയാണ് കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ കണ്ടിട്ടില്ലേ? എന്താണ് ഈ കോമൺവെൽത്ത് ഗെയിംസ്? ബ്രിട്ടൻ കോളനിയാക്കി വെച്ചിരുന്ന രാജ്യങ്ങളാണ് കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ത്യ കോമൺവെൽത്തിൽ ഒരു അംഗമാണ്. ഓക്കെ, കോമൺവെൽത്ത് കൺട്രീസിൽ, അതായത് കോമൺവെൽത്ത് കൺട്രീസിൽ എഴുതിയിരിക്കും, കോമൺവെൽത്ത് കൺട്രീസിൽ പ്രസിദ്ധീകരിച്ച ബുക്കായിരിക്കണം. ആ കൺട്രിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല, എന്തായിരിക്കണം, ഇംഗ്ലീഷിൽ രചിച്ച പുസ്തകമായിരിക്കണം. 2 കണ്ടീഷൻസ് ഉണ്ട് മാൻ ബുക്കറിന്. റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ആയിരിക്കണം, പിന്നെ കോമൺവെൽത്ത് കൺട്രീസിലുള്ളതായിരിക്കണം. കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടൻ കോളനിയാക്കി വെച്ചിരിക്കുന്ന കൺട്രികളുടെ ഒരു സംഘടനയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏതൊക്കെ ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏഷ്യൻ കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ് എന്ത്? ഏഷ്യൻ ഗെയിം. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺവെൽത്ത് കൺട്രീസ്. കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രിട്ടന്റെ കോളനിയായിരുന്ന കൺട്രികൾ മാത്രമേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ ആ ഗെയിമിൽ. ഓക്കെ, 2019 വിന്നേഴ്സാണ് മാർഗരറ്റ് അറ്റ്വുഡ്. ടെസ്റ്റാമെന്റ്സ് എന്ന് പറയുന്ന ബുക്കിനാണ് മാർഗരറ്റ് അറ്റ്വുഡിന് കിട്ടിയത്. ഇനി ബെർണാഡൈൻ ഇവാരിസ്റ്റോ ഗേൾ വുമൺ മദർ. ബുക്കും ചോദിക്കും എക്സാമിന്. ഓക്കെ, ബുക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ ദ ടെസ്റ്റാമെന്റ്സ് എന്ന് പറയുന്ന ബുക്കിനും ബെർണാഡിൻ ഇവാരിസ്റ്റോയുടെ ഗേൾ വുമൺ മദർ എന്ന് പറയുന്ന ബുക്കിനുമാണ് എന്ത് കിട്ടിയത്? മാൻ ബുക്കർ പ്രൈസ് കിട്ടിയത്. ഓക്കെ, മാൻ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത് ഒക്ടോബർ മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ 2020 ബുക്കർ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. 2019 വിന്നേഴ്സ് മാത്രമാണ് ഇപ്പോൾ അനൗൺസ്. അത് നമ്മുടെ കയ്യിലുള്ള ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാർഗരറ്റ് അറ്റ്വുഡ്, ദ ടെസ്റ്റാമെന്റ്സ് ആൻഡ് ബെർണാഡിൻ ഇവാരിസ്റ്റോ ഗേൾ വുമൺ മദർ. ബെർണാഡിൻ ഇവാരിസ്റ്റോയുടെ ഗേൾ വുമൺ മദർ എന്ന ബുക്കിനും മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ ദ ടെസ്റ്റാമെന്റ്സ് എന്ന് പറയുന്ന ബുക്കിനുമാണ് 2019 മാൻ ബുക്കർ പ്രൈസ് കിട്ടിയത്. ഇനി നമുക്ക് ബുക്കർ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരുടെ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ എന്തൊക്കെ അങ്ങനെ ഇന്ത്യക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു? നൊബേൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഗ്സസെ അവാർഡ് കിട്ടിയ ഇന്ത്യക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? അതുപോലെ ഓസ്കാർ അവാർഡ് കിട്ടിയ ഇന്ത്യക്കാരുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ ബുക്കർ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരുടെ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ബുക്കർ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരി എന്ന് പറയുന്നത് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ് 1997 ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ബുക്കിനാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയത്. 1997 ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന അരുന്ധതി റോയുടെ ബുക്കിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയത്. ഓക്കെ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ചിരിക്കുന്നത് കോട്ടയം ബേസ്ഡ് ഒരു കഥയാണ്. നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കോട്ടയം ബേസ്ഡ് ആണ് ആ ഒരു കഥ വരുന്നത്. അതിൽ കോട്ടയം ബേസ്ഡ് ആകുമ്പോൾ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണെന്ന്. എപ്പോഴും അധികവും ക്വസ്റ്റ്യനിൽ കണ്ടതാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി മീനച്ചിലാർ എന്ന് പറയുന്ന നദിയാണ്. മീനച്ചിലാർ. ഓക്കെ, അതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് അരുന്ധതി റോയ് ആണ് 1997. ഓക്കെ, അതിന് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് മീനച്ചിലാർ. നെക്സ്റ്റ് കിരൺ ദേശായി. 2006 കിരൺ ദേശായിക്ക് ബുക്കർ പ്രൈസ് കിട്ടിയത്. ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്ന ബുക്കിനാണ് കിട്ടിയത്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്ന ബുക്കിനാണ് കിരൺ ദേശായിക്ക് 2006 എന്ത് കിട്ടിയത്? ബുക്കർ പ്രൈസ് കിട്ടിയത്. ഇനി അരവിന്ദ് അഡിഗയ്ക്ക് 2008 വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ത് കിട്ടിയത്? ബുക്കർ പ്രൈസ് കിട്ടിയത്. അരവിന്ദ് അഡിഗയ്ക്ക് ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന ബുക്കിന് 2008 എന്ത് കിട്ടിയത്? ബുക്കർ പ്രൈസ് കിട്ടിയത്. ഇത്രയും 3 പേർക്കാണ് ഇന്ത്യയിൽ ഇതുവരെയായിട്ട് ബുക്കർ പ്രൈസ് കിട്ടിയത്. അരുന്ധതി റോയ്, കിരൺ ദേശായി ആൻഡ് അരവിന്ദ് അഡിഗ. ഓക്കെ, നെക്സ്റ്റ് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ്. ബുക്കർ പ്രൈസും മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ബുക്കർ പ്രൈസും മാൻ ബുക്കർ ഇന്റർനാഷണലും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും എക്സാമിന് ചോദിക്കുമ്പോൾ മാറിപ്പോകരുത്. ബുക്കർ പ്രൈസ് അല്ലെങ്കിൽ മാൻ ബുക്കർ ഇന്റർനാഷണൽ തന്നെ ചോദിക്കും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത, ഇത് ഇംഗ്ലീഷിൽ എഴുതിയ ബുക്കായിരുന്നു. ഓക്കെ,
നേരത്തെ ബുക്കർ പ്രൈസ് പോലെ തന്നെ ഇത് ഇംഗ്ലീഷിൽ എഴുതിയ ബുക്ക് ആയിരിക്കണം. അതുപോലെ അവിടെ കോമൺവെൽത്ത് കൺട്രീസ് എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഏത് നാഷണാലിറ്റി ആയിരിക്കാം, ഏത് നാഷണാലിറ്റിയുള്ള ബുക്കാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് 2019 വിന്നർ നോക്കാം. ജോക്ക അൽഹാർത്തി. ജോക്ക അൽഹാർത്തി ദ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്ന ബുക്കിനാണ് 2019 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയത്. ജോക്ക അൽഹാർത്തിയുടെ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്ന ബുക്കിനാണ് 2019 എന്ത് കിട്ടിയത്? മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയത്. അതൊരു ഒമാനിയൻ റൈറ്ററാണ്. ഓക്കെ, ഒമാനിയൻ റൈറ്ററാണ്. സോറി, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, സോറി. ജോക്ക അൽഹാർത്തിയുടെ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്ന ബുക്കിനാണ് 2019 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹം ഒരു ഒമാനിയൻ റൈറ്ററാണ്. ഓക്കെ, ആ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി മെർലിൻ ലൂയിസ് ബൂത്ത്, ട്രാൻസ്ലേറ്റർ. സാധാരണ ഈ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് 2 പേർക്ക് കിട്ടും. എങ്ങനെയാണ് 2 പേർക്ക് കിട്ടുന്നത്? എപ്പോഴും 2 പേർക്ക് കിട്ടും. അതെന്തുകൊണ്ടാണ്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനി നാഷണാലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ഞാൻ മലയാളത്തിൽ എഴുതിയ ബുക്കായിരിക്കും, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാൾ വേണം. ഓക്കെ, അപ്പോൾ എനിക്കും കിട്ടും, ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിക്കും കിട്ടും. ഓക്കെ, എനി നാഷണാലിറ്റി ബുക്ക് ഇംഗ്ലീഷിലായിരിക്കണം പ്രസിദ്ധീകരിക്കേണ്ടത്. സോ ഞാനിപ്പോൾ മലയാളത്തിൽ എഴുതിയൊരു ബുക്കാണെങ്കിൽ കൂടാ എന്തായിരിക്കണം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രസിദ്ധീകരിക്കണം. ബുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ ആ ഓതർക്കും കിട്ടും, ട്രാൻസ്ലേറ്റർക്കും കിട്ടും. ഇവിടെ ജോക്ക അൽഹാർത്തി എന്ന് പറയുന്നത് സെലസ്റ്റിയൽ ബോഡീസ് എഴുതിയ വ്യക്തിയാണ്, ഓതറാണ്. പക്ഷെ ആ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ആര്? മെർലിൻ ലൂയിസ് ബൂത്ത്. മെർലിൻ ലൂയിസ് ബൂത്ത് ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു? ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ കിട്ടി? ജോക്ക അൽഹാർത്തി ഒറിജിനൽ റൈറ്റർ, പിന്നെ അടുത്തത് ആരാണ്? മെർലിൻ ബൂത്ത് എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്ററാണ്. ഓക്കെ, അപ്പോൾ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് എന്താണ്? ഇംഗ്ലീഷിലായിരിക്കണം പ്രസിദ്ധീകരിക്കേണ്ടത്. ഏത് നാഷണാലിറ്റി വേണമെങ്കിലും ആവാം. 2019 വിന്നർ എന്ന് പറയുന്നത് ജോക്ക അൽഹാർത്തി, മെർലിൻ ലൂയിസ് ബൂത്ത് ആണ്. 2020 വിന്നർ എന്ന് പറയുന്നത് 2000 ഓഗസ്റ്റിലാണ് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രഖ്യാപിക്കുന്നത്. ഈ ഓഗസ്റ്റ് 2020 പ്രഖ്യാപിച്ച് കഴിഞ്ഞു. 2020 വിന്നേഴ്സ് എന്ന് പറയുന്നത് ബുക്ക് വിന്നറായ ബുക്ക് എന്ന് പറയുന്നത് ദ ഡിസ്കംഫേർട്ട് ഓഫ് ഈവനിങ് എന്ന് പറയുന്ന ബുക്കിനാണത് കിട്ടിയത്. ഓക്കെ, അത് എഴുതിയത് മെരീക്ക ലൂക്കാസ് എന്ന് പറയുന്ന ഡച്ചുകാരിയാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മിഷേൽ ഹങ്സ്റ്റൺ. ഓക്കെ, മിഷേൽ ഹങ്സ്റ്റൺ എന്ന് പറയുന്ന ആളാണത് എന്ത് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു. സോ ഇവർക്ക് 2 പേർക്കും എന്ത് കിട്ടി? മാൻ ബുക്കർ ഇന്റർനാഷണൽ കിട്ടി. ഒന്നത് എഴുതിയ ആളും ഒന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളും. ഓക്കെ, എഴുതിയ ആളാരാണ്? മരീക്കയും, ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാരാണ്? മിഷേലുമാണ്. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് മിഷേലുമാണ്, എഴുതിയ ആള് മരീക്കയാണ്. ഓക്കെ, ബുക്കിന്റെ പേരെന്താണ്? ഡിസ്കംഫേർട്ട് ഓഫ് ഈവനിങ്. ഓക്കെ, ഇപ്പോൾ 2000 വിന്നേഴ്സും നമുക്ക് പഠിച്ചിരിക്കണം. അത് ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ ഈ 2 മാസം മുന്നെയാണ് അത് വന്നത്. ഓക്കെ, നെക്സ്റ്റ് കലിംഗ പ്രൈസ്. യുനെസ്കോ കൊടുക്കുന്ന ഒരു പ്രൈസ് ആണെന്ത്? കലിംഗ പ്രൈസ്. സയൻസ് ബേസ്ഡ് ഇതിനാണ് കൊടുക്കുന്നത്. എന്ത്? കലിംഗ പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ, കലിംഗ പ്രൈസ് കൊടുക്കുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. കലിംഗ പ്രൈസ് ഏത് ഫീൽഡിനാണ് കൊടുക്കുന്നത് എന്നുള്ളത്. കലിംഗ പ്രൈസ് അധികം ആൾക്കാരും അത് സയൻസ് എന്നുള്ളത് ഓർക്കാൻ ചാൻസ് ഇല്ല. കലിംഗ എന്നൊക്കെ കേൾക്കുമ്പോൾ സാഹിത്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, ലിറ്ററേച്ചറൊക്കെ ആയിട്ടാണ് ആൾക്കാരുടെ മൈൻഡ് പോവുക. കലിംഗ പ്രൈസ് കൊടുക്കുന്നത് എന്തിനാണ്? സയൻസിനാണ് കൊടുക്കുന്നത്. ആരാണത് കൊടുക്കുന്നത്? യുനെസ്കോ ആണ് കൊടുക്കുന്നത്. കലിംഗ പ്രൈസ് യുനെസ്കോ ആണ് കൊടുക്കുന്നത്. ഓക്കെ, 2019 വിന്നർ എന്ന് പറയുന്നത് കാൾ ക്രുസെനിക്കിയാണ്. ഓക്കെ, കാൾ ക്രുസെനിക്കിയാണ് 2019 വിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആരാണ് കൊടുക്കുന്നത്? യുനെസ്കോ ആണ് കൊടുക്കുന്നത്. ഏത് ഫീൽഡിലാണ് കൊടുക്കുന്നത്? സയൻസ് ഫീൽഡിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഓർത്തെടുക്കാം. ഇനി അടുത്തത് ഗാന്ധി പീസ് പ്രൈസ്. ഗാന്ധി പീസ് പ്രൈസ് കൊടുത്തു തുടങ്ങിയത് മഹാത്മാഗാന്ധിയുടെ 125ാം ബർത്ത് ആനിവേഴ്സറി മുതലാണ്. മഹാത്മാഗാന്ധിയുടെ 125ാം ബർത്ത് ആനിവേഴ്സറി മുതലാണ് ഗാന്ധി പീസ് പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. 125ാം ബർത്ത് ആനിവേഴ്സറി മുതൽ 1995 മുതലാണ് അത് കൊടുത്തു തുടങ്ങിയത്. ആദ്യമായി കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത് ജൂലിയസ് നെരേരെ.
ടാൻസാനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്ന ജൂലിയസ് നെരേരയ്ക്കാണ് ഫസ്റ്റ് ഗാന്ധി പീസ് പ്രൈസ് കിട്ടിയത്. ഗാന്ധി പീസ് പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരാണ് ബാബ ആംതെ. ആദ്യമായി കിട്ടിയ ഇന്ത്യക്കാരനാണ് ആര്? ബാബ ആംതെ. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ഗാന്ധി പീസ് പ്രൈസ് കിട്ടിയത് ഡേവിഡ് അറ്റൻബറെ. ഡേവിഡ് അറ്റൻബറെ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് കിട്ടിയത്? ഇതാണ് ഡേവിഡ് അറ്റൻബറെ. ലേറ്റസ്റ്റ് ആയിട്ട് ഗാന്ധി പീസ് പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് ആര്? ഡേവിഡ് അറ്റൻബറെ. ഓക്കെ, ഇപ്പോൾ ഗാന്ധി പീസ് പ്രൈസ് എന്നാണ് ഗാന്ധിജിയുടെ ജന്മദിനത്തിന് 125ാം ജന്മദിനത്തിലാണ് ഇത് കൊടുത്തു തുടങ്ങിയത്. 1995 ഇത് കൊടുത്തു തുടങ്ങിയത്. ആദ്യമായി കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത് ജൂലിയസ് നെരേരെ. അദ്ദേഹം ടാൻസാനിയൻ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യമായി കിട്ടിയ ഇന്ത്യക്കാരൻ ബാബ ആംതെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ഡേവിഡ് അറ്റൻബറെയാണ്. ഓക്കെ, നെക്സ്റ്റ് വേൾഡ് ഫുഡ് പ്രൈസ്. വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായിട്ട് കിട്ടിയ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ആദ്യമായിട്ട് വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടുന്നത്. ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയ വ്യക്തി ആരാണ്? 2019 അല്ലെങ്കിൽ 2020 അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായിട്ട് കിട്ടിയ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. 1987 അദ്ദേഹത്തിന് കിട്ടിയത്. 2020 വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയതാണ് ഡോക്ടർ രത്തൻ. ഓക്കെ, ഡോക്ടർ രത്തനാണ് 2020 വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയത്. ഇനി അടുത്തതാണ് നമ്മൾ പത്മ അവാർഡ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ. ഈ 3 അവാർഡിനെയാണ് കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയുന്നത്? പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പത്മ അവാർഡ്സിൽ എന്തൊക്കെയാണ് വരിക? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഓക്കെ, അതിലാദ്യത്തെ പത്മ അവാർഡ്സിൽ ആദ്യമായിട്ട് വരുന്ന പത്മവിഭൂഷണാണ്. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ ഏതാണ്? ഭാരതരത്നയാണ്. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ ഏതാണ്? ഭാരതരത്നയാണ്. ഓക്കെ, പത്മവിഭൂഷൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ. ഓക്കെ, സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ ആണ് പത്മവിഭൂഷൺ. അത് കൊടുത്തു തുടങ്ങിയത് 1954 മുതലാണ്. 1954 മുതൽ. ഭാരതരത്ന കൊടുത്തു തുടങ്ങിയതും എപ്പോഴാണ്? 1954 മുതലാണ്. നാഷണൽ ഫിലിം അവാർഡ് കൊടുത്തു തുടങ്ങിയതും എപ്പോഴാണ്? 1954 മുതലാണ്. പത്മ അവാർഡ്സ് കൊടുത്തു തുടങ്ങിയതും എപ്പോഴും മുതലാണ്? 1954 മുതലാണ്. ഓക്കെ, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2019 വിന്നേഴ്സ് നോക്കാം. 2019 7 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത്. 7 പേർക്ക്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വ്യക്തിയാണ് മേരി കോം, MG മേരി കോം. ബോക്സിംഗ് താരമാണ് മേരി കോം, അത് ചോദിക്കാം. അരുൺ ജെയ്റ്റ്ലി പൊളിറ്റീഷ്യനാണ്, മരണപ്പെട്ടു. സുഷമ സ്വരാജും മരണപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, ഇവരുടെയൊക്കെ പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക. എല്ലാം ഓർത്തില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ജോർജ് ഫെർണാണ്ടസ് ചോദിക്കാം. അരുൺ ജെയ്റ്റ്ലി, സർ അനിരുദ്ധ് ജുഗനുദ്, MC കോം, സുഷമ സ്വരാജ്, ജാനുലാൽ മിശ്ര. ഓക്കെ, പ്രജവാര അദ്ഖജ, മത ഉടുപ്പി. ഓക്കെ, ഇത്രയും 7 പേഴ്സണാലിറ്റിക്കാണ് 2019 പത്മവിഭൂഷൺ കിട്ടിയത്. ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേരി കോമിൻ്റെ ക്വസ്റ്റ്യൻ, സുഷമ സ്വരാജിൻ്റെ ക്വസ്റ്റ്യൻ, അരുൺ ജെയ്റ്റ്ലിയുടെ ക്വസ്റ്റ്യൻ, ജോർജ് ഫെർണാണ്ടസ്. ഇത്രയും ആൾക്കാരുടെ പേര് ചോദിക്കാം. എന്നാലും നിങ്ങൾ ഈ 7 പേരുകളും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് അത് വരും. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 2019 ഇത്രയും പേഴ്സണാലിറ്റിക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത്. ഇതൊരു മലയാളി ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി പത്മവിഭൂഷൺ കിട്ടിയ ആദ്യത്തെ മലയാളി ആരാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഫസ്റ്റ് മലയാളി, പത്മവിഭൂഷൺ കിട്ടിയ ഫസ്റ്റ് മലയാളി ആരാണ് എന്നുള്ളത്. PK കൃഷ്ണമേനോനാണ് ഫസ്റ്റ് മലയാളി. പത്മവിഭൂഷൺ കിട്ടിയ ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് PK കൃഷ്ണമേനോനാണ്, മറക്കരുത്. ഓക്കെ, 2019 7 പേർക്ക് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പത്മവിഭൂഷൺ കിട്ടിയ ഫസ്റ്റ് മലയാളി PK കൃഷ്ണമേനോൻ. നെക്സ്റ്റ് പത്മഭൂഷൺ. തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് പത്മഭൂഷൺ.
അതും 1954 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. 2019 13 പേർക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വ്യക്തിയാണ് PV സിന്ധു, ബാഡ്മിൻ്റൺ താരമായ PV സിന്ധു. ഓക്കെ, പത്മഭൂഷൺ കിട്ടിയ ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ് ആദ്യമായിട്ട് പത്മഭൂഷൺ കിട്ടിയ മലയാളി. പത്മവിഭൂഷൺ കിട്ടിയ മലയാളി VK കൃഷ്ണമേനോൻ, പത്മഭൂഷൺ കിട്ടിയ മലയാളി വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി അടുത്തത് പത്മശ്രീ. പത്മശ്രീ 1954 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. 2019 118 പേർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വ്യക്തികളാണ് ഒന്ന് കങ്കണ റോട്ട്. കങ്കണ റോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫിലിം ആക്ട്രസ് ആണ്. ജിത്തു റായ് ഷൂട്ടിംഗ് താരമാണ്, സ്പോർട്സ് പേഴ്സൺ ആണ്. കരൺ ജോഹർ ഫിലിം ഡയറക്ടറാണ് ഹിന്ദിയിലുള്ളത്. ഓക്കെ, ഇനി ആദ്യമായിട്ട് പത്മശ്രീ കിട്ടിയ മലയാളിയാണ് P. വർഗീസ് ബെഞ്ചമിൻ. ഓക്കെ, P. വർഗീസ് ബെഞ്ചമിൻ ആണ് ഫസ്റ്റ് മലയാളി. അദ്ദേഹത്തിന് 1955 കിട്ടിയത്. ഓക്കെ, 1955 കിട്ടിയത്. പത്മശ്രീ 1954 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. 2019 118 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വ്യക്തികളാണ് കങ്കണ റോട്ട്, ജിത്തു റായ്, കരൺ ജോഹർ. ആദ്യമായി കിട്ടിയ മലയാളി എന്ന് പറയുന്നത് വർഗീസ് ബെഞ്ചമിൻ ആണ്. വർഗീസ് ബെഞ്ചമിൻ. ഇനി അടുത്തത് ഭാരതീയ ജ്ഞാനപീഠ അവാർഡ്. ഭാരതീയ ജ്ഞാനപീഠ അവാർഡ് ഇത് കൊടുക്കുന്നത് ജ്ഞാനപീഠ ട്രസ്റ്റാണ്. ശാന്തി പ്രസാദ് ജെയിൻ 1961 ഇത് ജ്ഞാനപീഠ ട്രസ്റ്റ് രൂപം കൊണ്ടത്. 1965 മുതൽ ജ്ഞാനപീഠ അവാർഡ് കൊടുക്കാൻ തുടങ്ങി. സമ്മാന തുക എന്ന് പറയുന്നത് 11 ലക്ഷമാണ്. ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് G. ശങ്കരക്കുറുപ്പ് 1965 ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതി. ഓക്കെ, ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ആരാണ്? ഒരു മലയാളിയാണ്, G. ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് 1965 ഭാരതീയ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഭാരതീയ ജ്ഞാനപീഠ അവാർഡ് ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. 1961 മുതലാണത് ഫോം ചെയ്തത്. 1965 മുതലാണത് കൊടുത്തു തുടങ്ങിയത്. 11 ലക്ഷമാണ് അവാർഡ് തുക. ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് G. ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക് 1965 ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. ഇനി ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ മലയാളീസിനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് ആദ്യത്തെ വിന്നറും ഒരു മലയാളിയായിരുന്നു, G. ശങ്കരക്കുറുപ്പ്. ഇനി ഏതൊക്കെ മലയാളികൾക്ക് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. 1980 അടുത്ത ഒരു മലയാളിക്ക് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് SK പൊറ്റക്കാട്. 1980 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 1984 തകഴി ശിവശങ്കരപ്പിള്ളി, അദ്ദേഹത്തിന്റെ കയർ എന്ന് പറയുന്ന കൃതിക്കാണ് 1984 ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. അടുത്തത് 1995 MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ ഓവറോൾ കോൺട്രിബ്യൂഷനാണ്, മലയാളം ലിറ്ററേച്ചറിനുള്ള ഓവറോൾ കോൺട്രിബ്യൂഷൻ. അതായത് മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയ്ക്ക് വേണ്ടി, ഇത്രയും കാലം കൊടുത്ത സംഭാവനക്കാണ് അദ്ദേഹത്തിന് 1995 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. 2007 ONV കുറുപ്പ്. 2007 ONV കുറുപ്പിനാണ് കിട്ടിയത്. ഓക്കെ, അദ്ദേഹത്തിനും സാഹിത്യത്തിന് നൽകിയ സംഭാവനക്കാണ് കിട്ടിയത്, ഒരു പ്രത്യേക കൃതിക്കല്ല കിട്ടിയത്. ഓക്കെ, MT വാസുദേവൻ നായർക്കും ONV കുറുപ്പിനും ഒരു പ്രത്യേക കൃതിക്കല്ല, അവരുടെ വർക്കിനാണ്, അതായത് ഇത്രയും കാലം സാഹിത്യത്തിന് നൽകിയ സംഭാവനക്കാണ് കിട്ടിയത്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഭാരതരത്ന കിട്ടിയ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 55ാമത്തെ ഭാരതരത്നം 2019 വിന്നറാണ്. 55ാമത്തെ ഭാരതരത്ന കിട്ടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അദ്ദേഹമാണ് 2019 വിന്നർ. 2019 കൊടുത്ത ഭാരതരത്ന അവാർഡ് എന്ന് പറയുന്നത് 55ാമത്തേതാണ്. ഓക്കെ, അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു. ഒക്ടോബർ 15, 2020 അദ്ദേഹം മരണപ്പെട്ടു. അതിന് 2-3 ദിവസം മുന്നേ ആയിരുന്നു അദ്ദേഹത്തിന് എന്ത് കൊടുത്തത്? ജ്ഞാനപീഠ അവാർഡ് കൊടുത്തത്. ഓക്കെ, 2019 ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അദ്ദേഹത്തിന് 55ാമത്തെ ജ്ഞാനപീഠ അവാർഡാണ് കിട്ടിയത്. ഓക്കെ, അദ്ദേഹം മരണപ്പെട്ടത് ഒക്ടോബർ 15 ഒക്ടോബർ 15 വേറൊരു പ്രത്യേകതയുണ്ട്. APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 15 എന്ന് പറയുന്നത്. ഓക്കെ, ഒക്ടോബർ 15 എന്ന് അറിയപ്പെടുന്ന
പറയുന്നത്. APJ അബ്ദുൽ കലാം നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആയിരുന്നു. APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 15 നമ്മൾ ആഘോഷിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജ്ഞാനപീഠ വിന്നർ ആരാണ്? കറണ്ട് അഫയേഴ്സ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാരാണ്? അച്യുതൻ നമ്പൂതിരി. ഇനി സരസ്വതി സമ്മാൻ, ഇന്ത്യയിൽ കൊടുക്കുന്ന ഒരു ലിറ്ററേച്ചർ അവാർഡാണ് സരസ്വതി സമ്മാൻ. ലിറ്ററേച്ചർ സാഹിത്യത്തിന് കൊടുക്കുന്ന അവാർഡാണ് സരസ്വതി സമ്മാൻ. ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ഹരിവംശ റായ് ബച്ചനാണ്, 1991. അതായത് സരസ്വതി സമ്മാനിന്റെ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ഹരിവംശ റായ് ബച്ചൻ. അമിതാഭ് ബച്ചന്റെ അച്ഛനാണ് ഹരിവംശ റായ് ബച്ചൻ. 2019 വിന്നർ എന്ന് പറയുന്നത് വാസുദേവ് മോഹിയാണ് 2019 വിന്നർ. ഒരു സിന്ധി എഴുത്തുകാരനാണ് വാസുദേവ് മോഹി. ഓക്കെ, സരസ്വതി സമ്മാൻ ആദ്യമായിട്ട് കിട്ടിയ മലയാളിയാണ് ബാലാമണി അമ്മ. ഓക്കെ, കമലാ സുരയ്യയുടെ അമ്മ ആണ് ബാലാമണി അമ്മ. സരസ്വതി സമ്മാൻ ആദ്യമായി കിട്ടിയ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മ കമലാ സുരയ്യയുടെ അമ്മയാണ്. ഓക്കെ, ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ഹരിവംശ റായ് ബച്ചനാണ്. മലയാളി എന്ന് പറയുന്നത് ബാലാമണി അമ്മയാണ്. 2019 കിട്ടിയത് വാസുദേവ് മോഹിക്കാണ്. വ്യാസ സമ്മാൻ കൊടുത്തു തുടങ്ങിയത് 1991 മുതലാണ്. ഡോക്ടർ രാംവിലാസ് ശർമ്മക്കാണ് ഫസ്റ്റ് കിട്ടിയത്. 2019 നസീറ ശർമ്മ. ഓക്കെ, 2019 പിന്നെ നസീറ ശർമ്മ. വ്യാസ സമ്മാനം ഒരു സാഹിത്യത്തിന് കൊടുക്കുന്ന ബഹുമതിയാണ്. ലിറ്ററേച്ചറിനാണ് വ്യാസ സമ്മാനം കൊടുക്കുന്നത്. അത് കൊടുത്തു തുടങ്ങിയത് 1991 മുതലാണ്. ഫസ്റ്റ് കിട്ടിയത് രാംവിലാസ് ശർമ്മയാണ്. 2019 കിട്ടിയത് നസീറ ശർമ്മക്കാണ്. ഓക്കെ, ഇനി അടുത്തത് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ ആണെന്ത്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരത് രത്ന, ഹയസ്റ്റ് ഫിലിം അവാർഡ് എന്തായിരുന്നു? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ എന്താണ്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. അത് 1991, 1992 ആദ്യം കൊടുത്തത്. ആദ്യത്തെ അവാർഡ് വിന്നർ എന്ന് പറയുന്നത് വിശ്വനാഥൻ ആനന്ദാണ്. ചെസ് ആണ് അദ്ദേഹത്തിന്റെ സ്പോർട്സ് മേഖല. കർണം മല്ലേശ്വരിയാണ് ആദ്യമായി കിട്ടിയ ലേഡി എന്ന് പറയുന്നത്. 2000 കർണം മല്ലേശ്വരിക്ക് രാജീവ് ഗാന്ധി ഖേൽ രത്ന കിട്ടിയത്. ഓക്കെ, ഇനി രാജീവ് ഗാന്ധി ഖേൽ രത്ന കിട്ടിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വ്യക്തികളുടെ പേരാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് രാജീവ് ഗാന്ധി ഖേൽ രത്ന കിട്ടിയത് 1997, 1998 പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. MS ധോണിക്ക് 2007, മേരി കോം 2009, സാനിയ മിർസ 2015, PV സിന്ധു 2016, വിരാട് കോഹ്ലി 2018. 2019 കിട്ടിയത് ദീപ മാലിക് ആൻഡ് ബജ്രംഗ് പുനിയ. ദീപ മാലിക് 2019 ബജ്രംഗ് പുനിയക്കും 2019 കിട്ടിയിട്ടുണ്ട്. 2020 പ്രഖ്യാപിച്ചു. 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന കിട്ടിയ വ്യക്തികളാണ്. രോഹിത് ശർമ്മയ്ക്ക് 2020 എന്ത് കിട്ടിയിട്ടുണ്ട്? രാജീവ് ഗാന്ധി ഖേൽ രത്ന കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രോഹിത് ശർമ്മയ്ക്ക് 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കർക്ക് 1997, MS ധോണി 2007, മേരി കോം 2009, സാനിയ മിർസ 2015, PV സിന്ധു 2016, വിരാട് കോഹ്ലി 2018, ദീപ മാലിക് ആൻഡ് ബജ്രംഗ് പുനിയ 2019, രോഹിത് ശർമ്മയ്ക്ക് 2020. ഓക്കെ, ഇനി അടുത്തത് അർജുന അവാർഡ്. അർജുന അവാർഡ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ സ്പോർട്സിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത്. അത് 1961 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. അവാർഡ് തുക എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ഓക്കെ, ഓരോ വർഷവും ഒരുപാട് സ്പോർട്സ് പേഴ്സണ് അർജുന അവാർഡ് കിട്ടാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ് 1985 മുതലാണ് കൊടുക്കുന്നത്. ആ ദ്രോണാചാര്യ അവാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ദ്രോണാചാര്യ അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോച്ചസ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. അതായത് കോച്ചിന് കൊടുക്കുന്ന അവാർഡാണ്. ഓക്കെ, പരിശീലകന് കൊടുക്കുന്ന അവാർഡാണ് എന്ത്? ദ്രോണാചാര്യ അവാർഡ്. ഓക്കെ, ഇന്ത്യയിലെ നല്ല ഔട്ട്സ്റ്റാൻഡിംഗ്, അതായത് ഏറ്റവും
നന്നായിട്ട് പരിശീലിപ്പിക്കുന്ന പരിശീലകർക്കാണ് എന്ത് അവാർഡ് കൊടുക്കുന്നത്? ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് കോച്ചസിനാണ്, സ്പോർട്സും ഗെയിംസ്, അതായത് ആ ഒരു ഫീൽഡിലുള്ള സ്പോർട്സ് ഫീൽഡിലുള്ള മികവുറ്റ പരിശീലകർക്ക് കൊടുക്കുന്ന അവാർഡാണെന്ത്? ദ്രോണാചാര്യ അവാർഡ്. 1985 മുതലാണ് അത് കൊടുത്തു തുടങ്ങിയത്. 2019 കിട്ടിയ കുറച്ച് പേഴ്സൺസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുഹീന്ദർ സിംഗ് അത്ലറ്റിക്സ് ആണ്, രൺബീർ സിംഗ് കബഡി കോച്ചാണ്, യു വിമൽ കുമാർ ബാഡ്മിന്റൺ കോച്ചാണ്, സന്ദീപ് ഗുപ്ത ടേബിൾ ടെന്നീസ്, സഞ്ജയ് ഭരദ്വാജ് ക്രിക്കറ്റ്, മസ്ബൽ പട്ടേൽ ഹോക്കി. ഓക്കെ, യു വിമൽ കുമാർ ബാഡ്മിന്റൺ കോച്ചാണ്. പി വി സിന്ധുവിൻ്റെയും സൈന നെഹ്വാളിൻ്റെ ഒക്കെ കോച്ചായിരുന്നു ആര്? യു വിമൽ കുമാർ. ഓക്കെ, ബാഡ്മിന്റൺ കോച്ചായ യു വിമൽ കുമാർ, പി വി സിന്ധു, സൈന നെഹ്വാളിൻ്റെ ഒക്കെ കോച്ചായിരുന്നു. ബാഡ്മിന്റൺ താരമാണ് ആര്? പി വി സിന്ധു, സൈന നെഹ്വാളൊക്കെ. അവരുടെ കോച്ചായിട്ട് വർക്ക് ചെയ്ത ആളാണ് ആര്? യു വിമൽ കുമാർ. ഓക്കെ, അപ്പോൾ ദ്രോണാചാര്യ അവാർഡ് എന്തിനാണ് കൊടുക്കുന്നത്? പരിശീലകർക്ക്, രാജ്യത്തെ മികച്ച പരിശീലകർക്ക് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ഇനി അടുത്തത് ധ്യാൻചന്ദ് അവാർഡ്. ഇതൊക്കെ സ്പോർട്സ് ആണ്. രാജീവ് ഗാന്ധി ഖേൽ എന്ന സ്പോർട്സ് ആണ്, അർജുന അവാർഡ് സ്പോർട്സ് ആണ്, ദ്രോണാചാര്യ അവാർഡ് സ്പോർട്സ് ആണ്, ധ്യാൻചന്ദ് അവാർഡ് സ്പോർട്സ് ആണ്. ധ്യാൻചന്ദ് അവാർഡ് എന്തിനാണ് കൊടുക്കുന്നത്? അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഓക്കെ, ധ്യാൻചന്ദ് അവാർഡ് കൊടുക്കുന്നത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, അതായത് സ്പോർട്സിലൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡും ധ്യാൻചന്ദ് അവാർഡും മാറിപ്പോരുത്. രാജീവ് ഗാന്ധി ഖേൽ രത്ന കൊടുക്കുന്നത് ഹയസ്റ്റ് സ്പോർട്സ് അവാർഡാണ്. ഇതെന്താണ്? അത് ഹയസ്റ്റ് സ്പോർട്സ് അവാർഡാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന. ഒരിക്കലും ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാൻചന്ദ് അവാർഡ് എഴുതാൻ പാടില്ല. എന്താണ് ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന മാത്രമേ എഴുതാൻ പാടുള്ളൂ. ധ്യാൻചന്ദ് അവാർഡ് എന്താണ്? ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, കറന്റ്ലി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് എന്ത് കൊടുക്കുക? പ്രസന്റ്ലി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ ധ്യാൻചന്ദ് അവാർഡ് അങ്ങനെയല്ല. ധ്യാൻചന്ദ് അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. ഓക്കെ, സിനിമ നിങ്ങൾ അവാർഡൊക്കെ കാണുന്ന സമയത്ത് ചില ആൾക്കാരുടെയൊക്കെ ആദരിക്കുന്നില്ലേ, അതിനെ ആദരിച്ചു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ എന്താണ്? അവരുടെ ആ ഒരു അച്ചീവ്മെന്റിന്, ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റിന് ഒരു ആദരവ് കൊടുക്കുക. അതുപോലത്തെ ഒരു അവാർഡാണ് അത് ധ്യാൻചന്ദ് അവാർഡ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. ഓക്കെ, കറന്റ്ലി ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി കൊടുക്കുന്നതാണ് എന്ത്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. അതുകൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് 1997 കിട്ടിയത്. ഓക്കെ, ധോണി 2007. ഓക്കെ, ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന രോഹിത് ശർമ്മ 2020. അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ വർഷത്തെ പെർഫോമൻസ്, ഏറ്റവും നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന കൊടുക്കുന്നത്. പക്ഷെ ധ്യാൻചന്ദ് അവാർഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ്. ഓക്കെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2002 ധ്യാൻചന്ദ് അവാർഡ് കൊടുക്കുന്നത് ധ്യാൻചന്ദ് എന്ന് പറയുന്ന ഹോക്കി കളിക്കാരന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, ധ്യാൻചന്ദ്. ഓക്കെ, ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് August 29 നമ്മൾ സ്പോർട്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ സ്പോർട്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ധ്യാൻചന്ദിന്റെ ജന്മദിനമായ August 29. ഓക്കെ, 2019 ധ്യാൻചന്ദ് അവാർഡ് കിട്ടിയ ആളുകളാണ് മാനുവൽ ഫെഡറിക്, അരൂപ് ബസക്, മനോജ് കുമാർ, നിതിൻ ഹിതാനി, എസ് ലാറെ മസൻക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ചിലപ്പോൾ ചോദിക്കൊന്നുമില്ല, ഇങ്ങനെ 2019 ഡീറ്റെയിൽ ലിസ്റ്റ് ഒന്നും ചോദിക്കില്ല. നമ്മൾ ധ്യാൻചന്ദ് അവാർഡ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 2002 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ധ്യാൻചന്ദ് ഒരു ഹോക്കി താരമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ August 29 എന്തായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിൽ സ്പോർട്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൂർത്തി ദേവി അവാർഡ്. ഇതൊരു ലിറ്ററേച്ചർ അവാർഡാണ്. മൂർത്തി ദേവി അവാർഡ് CK നാഗരാജ റാവു ആണ് ഫസ്റ്റ് കിട്ടിയത്. 2019 കിട്ടിയത് വിശ്വനാഥ് തിവാരി. ഓക്കെ, മൂർത്തി ദേവി അവാർഡ് ലിറ്ററേച്ചറിന് കൊടുക്കുന്ന അവാർഡാണ്, സാഹിത്യത്തിന് കൊടുക്കുന്നതാണ്. 2019 വിന്നർ വിശ്വനാഥ് തിവാരി. ഇനി നെക്സ്റ്റ് മിസ് വേൾഡ്. 2019 മിസ് വേൾഡ് ടോണി ആൻസി, ജമൈക്കക്കാരിക്കാണ്. 2019 മിസ് വേൾഡ് എന്ന് പറയുന്നത് ടോണി ആൻസി, ജമൈക്ക. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാർ
ആരൊക്കെയാണ് മിസ് വേൾഡ് കിട്ടിയത്? ഓക്കെ, നമുക്ക് ലേറ്റസ്റ്റ് മുതൽ അങ്ങോട്ടേക്ക് പോവാം. മാനുഷി ചില്ലർ 2017, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മിസ് വേൾഡ് കിട്ടിയ ഇന്ത്യക്കാരി മാനുഷി ചില്ലർ 2017, ഒരു ഹരിയാനക്കാരിയാണ്. മാനുഷി ചില്ലർക്ക് മുന്നേ മിസ് വേൾഡ് ആയ വ്യക്തി പ്രിയങ്ക ചോപ്രയാണ്. 2000-ലാണ് പ്രിയങ്ക ചോപ്രയ്ക്ക് മിസ് വേൾഡ് കിട്ടിയത്. അതിന് മുന്നേ കിട്ടിയത് യുക്ത മുഖി, 1999-ലാണ് യുക്ത മുഖിക്ക് കിട്ടിയത്. പ്രിയങ്ക ചോപ്രയ്ക്ക് കിട്ടിയിട്ട് 17 വർഷങ്ങൾക്ക് ശേഷമാണ് ആർക്ക് കിട്ടിയത്? മാനുഷി ചില്ലർക്ക് കിട്ടിയത്. ഇനി ഡയാന ഹെയ്ഡൻ, 1997-ലാണ് ഡയാന ഹെയ്ഡന് മിസ് വേൾഡ് കിട്ടിയത്. ഓക്കെ, ഐശ്വര്യ റായ്ക്ക് 1994-ലാണ് ഐശ്വര്യ റായ്ക്ക് മിസ് വേൾഡ് കിട്ടിയത്. ഏറ്റവും ആദ്യം മിസ് വേൾഡ് കിട്ടിയ വ്യക്തിയാണ് റീത്ത ഫാരിയ. ഓക്കെ, 1966-ലാണ് റീത്ത ഫാരിയയ്ക്ക് മിസ് വേൾഡ് കിട്ടിയത്. അപ്പോൾ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ആദ്യമായിട്ട് മിസ് വേൾഡ് കിട്ടിയ ഇന്ത്യക്കാരി റീത്ത ഫാരിയ 1966, അതിനുശേഷം ഐശ്വര്യ റായ് 1994, ഡയാന ഹെയ്ഡൻ 1997, യുക്ത മുഖി 1999, പ്രിയങ്ക ചോപ്ര 2000, മാനുഷി ചില്ലർ 2017. 6 പേർക്ക് ഇതുവരെയായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? മിസ് വേൾഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് മിസ് യൂണിവേഴ്സ്. 2019-ലുള്ള മിസ് യൂണിവേഴ്സ് സുസിബിനി ട്വിൻസ് ആണ്. 2019-ലുള്ള മിസ് യൂണിവേഴ്സ് സുസിബിനി ട്വിൻസ്. ഓക്കെ, സൗത്ത് ആഫ്രിക്കക്കാരിയായ സുസിബിനി ട്വിൻസ് ആണ് 2019-ലെ മിസ് യൂണിവേഴ്സ്. ഇനി എത്ര ഇന്ത്യക്കാർക്ക് മിസ് യൂണിവേഴ്സ് കിട്ടിയിട്ടുണ്ട്? 2 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ലാറ ദത്ത 2000, സുസ്മിത സെൻ 1994. ഈ 2 പേർക്ക് മാത്രമേ മിസ് യൂണിവേഴ്സ് കിട്ടിയിട്ടുള്ളൂ. ഇന്ത്യക്കാർ 2 പേര് മാത്രമേ ഉള്ളൂ, ലാറ ദത്ത ആൻഡ് സുസ്മിത സെൻ. ഓക്കെ, ഇതോടുകൂടെ നമ്മൾ 25 അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.